രൂപത്തിൽ, ചോക്ലേറ്റുകളുടെ രൂപത്തിൽ, സിറിഞ്ചുകളിൽ, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ രൂപത്തിൽ, സ്റ്റാമ്പുകളുടെ രൂപത്തിൽ, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും അവസ്ഥയിൽ, രൂപത്തിൽ ഇന്ന് വലിയ അതിമാരകമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന, വിറ്റഴിക്കപ്പെടുന്ന സമയമാണ്. 6ാം ക്ലാസ്സുകാരൻ, 7ാം ക്ലാസ്സുകാരൻ, 8ാം ക്ലാസ്സുകാരനൊക്കെ ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഈ തിരിച്ചറിവ് എല്ലാ ആളുകൾക്കും ഉണ്ടാവണം. നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. ആ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം. നല്ല ഭാവി ഉണ്ടാവേണ്ട മക്കളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മക്കൾ ചെറുതല്ല. ആ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് സ്വർഗത്തിലേക്ക് കൈപിടിക്കാനുള്ള സന്താനങ്ങളാണ്. അള്ളാഹു മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിക്കുക. ഇനി ഇത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരൻ്റെ പ്രസംഗം കേൾക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒരു രസത്തിനു വേണ്ടി ആരെങ്കിലും ഒക്കെ തരുന്ന മരുന്നുകൾ, പൊടികൾ, ഇഞ്ചക്ട് ചെയ്യുന്ന സാധനങ്ങൾ വലിച്ചു കയറ്റുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ 3 or 4 കൊല്ലം ഒരു രസത്തിനു വേണ്ടി നീ വലിച്ചു കയറ്റുന്ന ഈ അതിമാരകമായ മരുന്നുകൾ കാരണം 3 or 4 കൊല്ലം കഴിയുമ്പോൾ നിന്നെ കൊണ്ടുവന്ന് ഈ വലിയ വീട്ടിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കാനല്ലാതെ പിന്നെ കൊള്ളുകയില്ല. കുറിച്ചു വെച്ചോ, തലഭാഗത്ത് കുത്താനുള്ള മീസാങ്കല്ലിന്റെ പണി കൂടി തുടങ്ങി വെച്ചിട്ട് ഇമാതിരി മരുന്നുകൾ അടിച്ചു കയറ്റിക്കോ. ആദ്യം ചെറുതിൽ തുടങ്ങും, പിന്നെ വലുതായി 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 അവസാനം ഒന്നിലും ഒതുങ്ങാതെ വരും. ഓർമ്മയുടെ സിസ്റ്റം തകരാറിലാവും, നട്ടല്ലുകൾ തകരാറിലാകും, നാഡീ വ്യവസ്ഥകൾ തകരാറിലാകും. ഉമ്മയാരാണെന്ന്, അമ്മയാരാണെന്ന്, സഹോദരങ്ങളാരാണെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടും. ആർക്കും വേണ്ടാത്ത തരത്തിൽ തെരുവോരങ്ങളിലൂടെ അലഞ്ഞു നടക്കും. വീടെവിടെയാണെന്നറിയില്ല, വീട്ടുകാരാരാണെന്നറിയില്ല, ഓർമ്മയുടെ സിസ്റ്റം ഒന്നും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. ആരൊക്കെയോ വെച്ചു നീട്ടി തന്ന പൊടികൾ വലിച്ചു കയറ്റി, മൂക്കിലേക്ക് വലിച്ചു കയറ്റി, ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത്, നാവുകൊണ്ട് നക്കി, ചുണ്ടിന്റെ അടിയിലേക്ക് തിരികെ വെച്ച് ലഹരി നുണയുന്ന ചെറുപ്പക്കാരന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ ഈ ലോകത്തിന് വേണ്ടാത്ത വേസ്റ്റുകളായി നിങ്ങൾ മാറും. നിങ്ങൾക്കൊരു പുരോഗതിയും ഉണ്ടാവുകയില്ല, വളർച്ചയുണ്ടാവുകയില്ല, വികാസമുണ്ടാവുകയില്ല, കരിയർ ഉണ്ടാവുകയില്ല, ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു ജീവിതം ഉണ്ടാവുകയില്ല. നാശത്തിലേക്കുള്ള പോക്കാണെന്ന് ഓരോ യുവാക്കളും കുറിച്ചു വെക്കൂ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ വേദിയിൽ ഞാനിത് പറയുന്നത് അത്രത്തോളം ഇന്ന് ലഹരികൾ വളരെ ലാഘവത്തോടെ അടിച്ചു കയറ്റുന്ന ചെറുപ്പക്കാരുടെ കാലമാണ്. ഈ പൊടിയും മരുന്നൊക്കെ അടിച്ചു കയറ്റിയിട്ട് ആരാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അളവ് കൂടി 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 വായയിലൂടെ പത വന്ന് ഞൊര വന്ന് WHO ഒക്കെ വർത്തമാനമുണ്ട്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അടിച്ചു കയറ്റുന്ന മരുന്നുകൾ കാരണം തെരുവോരങ്ങളിൽ പ്രേതങ്ങളെ പോലെ അലയുന്ന ചെറുപ്പക്കാരുണ്ടാവും. സ്വന്തം ശരീരം കടിച്ചു മുറിക്കുന്ന യുവാക്കൾ, ചങ്ങലക്കിട്ട് കിടപ്പുള്ള ചെറുപ്പക്കാരുണ്ട്, ചങ്ങലക്കിട്ട് കിടപ്പുള്ള ചെറുപ്പക്കാരുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ലഹരിക്ക് അഡിക്റ്റായിട്ട് അതിൽ നിന്ന് പിന്മാറാൻ കൊണ്ടുവന്ന സ്ഥലത്ത് ചങ്ങലക്കിട്ട് ഇട്ടിരിക്കുന്ന യുവാക്കളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലഹരി അടിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നാളെ പറയാൻ കൊള്ളാവുന്ന ഒരു പ്രൊഫഷനിൽ എത്തിച്ചേരുമോ? ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല എഞ്ചിനീയർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ നാടിന് ഉപകാരമുള്ള ഒരു പ്രൊഫഷനിൽ അവൻ എത്തുമോ? ഇല്ല. നമ്മൾ രക്ഷകർത്താക്കൾ, ചെറുപ്പക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ പുരോഗമനാണെന്നല്ല. പുരോഗമനമല്ല, നാശാണ്. ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഖബറ് കൂടി തയ്യാറാക്കി വെച്ചിട്ട് ഇറങ്ങിക്കോ, അതായിരിക്കുന്നല്ല. ഞാനിത് ഗൗരവമായി എൻ്റെ രക്ഷകർത്താക്കളോട് പറയുന്നു. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ഇത് അടിക്കാൻ നിൽക്കുക. ഈ അടുത്ത ദിവസം എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചു, ഉസ്താദെ, കള്ള് എന്ന് പറഞ്ഞാൽ അത് മറ്റേ കുടിക്കുന്ന സാധനമല്ലേ, കഞ്ചാവൊന്നും അതിൻ്റെ പരിധി വരില്ലല്ലോ, അതടിക്കാമല്ലോ, അത് ഹലാലല്ലേ? കള്ള് എന്ന് പറഞ്ഞാൽ മറ്റേ കുടിക്കുന്ന, ആര് പറഞ്ഞു? ഖംറ് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി മറയ്ക്കുന്ന സാധനമാണ്. അത് ഏതും അതിന്റെ ചെറിയ അളവ് പോലും കുല്ലു മുസ്കിരിൻ ഹറാം. അതിലിനി അഭിപ്രായ വ്യത്യാസമില്ല. വേറൊരു കുട്ടിയുടെ മറുപടി ഉണ്ട്. വാപ്പയും ഉമ്മയും ഒക്കെ കയ്യോടെ പിടിച്ചു ഇയാൾ ഇത് ഉപയോഗിക്കുന്നത്. പിടിച്ചിട്ട് കൊണ്ടുവന്ന് മുന്നിലിരുത്തി വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോൾ, എന്തിനാ മോനെ ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അവസാനം ഞാനൊരു മുസ്ലിയാരായതുകൊണ്ടും ഇരിക്കുന്നത് പള്ളിയുടെ മേലെ ആയതുകൊണ്ട് ഓൻ പറഞ്ഞു, ഉസ്താദെ, ഇതൊക്കെ അടിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണം, പടച്ചോനെ അല്ലാതെ കാണാൻ പറ്റൂല. എനിക്ക് തോന്നിപ്പോയേ, അത് ഭയങ്കര സന്തോഷത്തോടുകൂടി പറയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കണം. എനിക്ക് തോന്നി അസറിനിറങ്ങുമ്പോൾ അവൻ ഒരു പൊതി എനിക്കും തരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാനെ കണ്ട് നിസ്കരിക്കണമെന്നല്ലേ? പടച്ചോനെ കണ്ടിട്ട് ഇബാദത്ത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? ഒരു 2 റക്അത്തെങ്കിലും എൻ്റെ റബ്ബേ എന്നുള്ള ചിന്തയിൽ മാത്രം നിസ്കരിക്കണമെന്ന് വിചാരിക്കുന്നില്ലേ? അപ്പം പറയാണ്, ഇതൊക്കെ അടിച്ചിട്ട് അങ്ങനെ നിൽക്കണം, അള്ളാനെ അല്ലാതൊന്നും
കാണാൻ പറ്റൂല. ഇജാതി മറുപടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് ചെറുപ്പക്കാർ ഇത്തരം ചില കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുക. ഞാൻ തമാശയായി പറഞ്ഞെങ്കിലും പല കൂട്ടുകാരും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന മക്കൾ, പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ അപകടത്തിലെത്തിയിട്ടുണ്ട്. മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ ഇത്തരം അവസ്ഥയിലെത്തിയ ചെറുപ്പക്കാരോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകി അവർക്ക് ആവശ്യമായ ചികിത്സ നൽകണം. ഇപ്പൊ വേറൊരു ട്രെൻഡും കൂടിയുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരെ മഹല്ലിൽ വേണ്ട. ഒറ്റ പ്രസ്താവന കൊണ്ട് മഹല്ല് കമ്മിറ്റികൾ കൈ കഴുകാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്നവനെ മഹല്ലിൽ വേണ്ട. ആര് പഠിപ്പിച്ചു? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വരുന്നു. യാ റസൂലല്ലാ, ഞാൻ അറിയാതെ ലഹരി ഉപയോഗിച്ചു പോയി നബിയെ, എനിക്ക് പരിഹാരം പറഞ്ഞു തരണം. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന സ്വഹാബിമാരില്ലേ, തെറ്റ് ചെയ്തു പോയി, പരിഹാരം വേണം. നമ്മുടെ മഹല്ലുകൾ നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിക്കാനുള്ളതാണ്. ലഹരി ഉപയോഗിച്ചെങ്കിൽ ആ കുട്ടിയുടെ പിതാവിന് മഹല്ല് കമ്മിറ്റിയോട് പറയാൻ പറ്റണം, എൻ്റെ മകന് ആവശ്യമായ ഒരു ചികിത്സ നൽകണം. കാരണം ഈ മഹല്ലിന്റെ അടുത്ത തലമുറ, അടുത്ത ഭാവി, ഫ്യൂച്ചറാണവൻ. അവനെ അങ്ങ് കൈയൊഴിഞ്ഞ് കളയാ. നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ കൈയൊഴിയുമ്പോൾ അവനെ ഏറ്റെടുക്കാൻ പുറത്ത് തീവ്രവാദ സംഘങ്ങളുണ്ട്, ഭീകരവാദ പ്രവർത്തകരുണ്ട്. ഉമ്മയാരാണെന്നോ ഉപ്പയാരാണെന്നോ പെങ്ങളാരാണെന്നോ തിരിച്ചറിവില്ലാത്ത നാസ്തികർ എന്ന പേരിൽ, നാസ്തികർ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ലിബറൽ വാദികളായ ആളുകളുണ്ട്. സ്വന്തം മാതാക്കളോട് പോലും ലൈംഗിക ബന്ധം നടത്തണമെന്ന് പറയുന്ന വലിയ ഭ്രാന്തമായൊരു സമൂഹം പുറത്തുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ലഹരി മരുന്ന് മാഫിയകളുണ്ട്. അവരെ നശിപ്പിച്ചു കളയാൻ എത്രയോ സംഘങ്ങൾ കാത്തു നിൽക്കുന്നു. ഒരു മഹല്ലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെയും നിങ്ങൾ പുറത്താക്കി കൈ കഴുകല്ല. അവനെ വിളിച്ചു കൊണ്ടുപോയി മഹല്ലിന്റെ ചെലവിൽ അല്ലെങ്കിൽ അവന്റെ ഉപ്പയുടെ ചെലവിൽ ആവശ്യമായ ചികിത്സകൾ നൽകണം. ആ മക്കളെ കൂട്ടിപ്പിടിക്കണം. കൂട്ടിപ്പിടിക്കാനാണ് മഹല്ലുകൾ, ഒഴിവാക്കി കളയാനല്ല. അങ്ങനെയാണ് മഹല്ല് കമ്മിറ്റികൾ ചിന്തിക്കേണ്ടത്. ഇത് 2 വരി പ്രസ്താവന നാളെ മനോരമയിൽ വരും. മനോരമയുടെ അവസ്ഥ പറയാതിരിക്കലല്ലേ. അതുകൊണ്ട് മഹല്ല് കമ്മിറ്റി കൂടിയായിരുന്നു തീരുമാനിച്ചു, ഇനി ലഹരി ഉപയോഗിക്കുന്നവരിവിടെ വേണ്ട. അങ്ങനെ പറയാൻ ഒരു മഹല്ല് കമ്മിറ്റിയെയും ഇവിടെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നിന്നല്ല, എവിടെയും മഹല്ല് ജമാഅത്തുകൾക്ക് വലിയ ഉത്തരവാദിത്തമുള്ള കാലമാണ്. വർഗീയത പടരുമ്പോൾ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളെ കൂട്ടിയിരുത്തി സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കണം. അല്ലാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലഹരി ചെറിയൊരു വിഷയമല്ല. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും സഹോദരങ്ങളും അത് കൽബിൽ എപ്പോഴും കരുതണം. മക്കൾക്ക് വേണ്ടി നല്ലപോലെ ദ്വാരക്കണം. തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റിരുന്ന മക്കൾക്ക് ദ്വാരക്കണം. അവർ വഴിവഴച്ചു പോകരുത്. അവരുടെ കൽബിൽ പഠിപ്പിക്കണം. സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് അവരെ പഠിപ്പിച്ചാലോ അതല്ലേ നരകത്തിൽ നിന്റെ മോരീതാരും ഇല്ലെന്ന് നരകത്തെ കാക്കും ലക്ക് പറഞ്ഞോവർ യാ മുഹിയ്യദ്. നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന്, നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചോ, നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചോ, അവര് നരകത്തിൽ പോകാതിരിക്കാൻ അത് വലിയൊരു കാരണമാണ്. കൊണ്ട് സമരം നടത്തിയ അത്യുജ്വല പ്രതിഭയാണ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. 500-ലേറെ ഗ്രന്ഥം രചിച്ച മഹാപണ്ഡിതൻ. അവരാണ് എഴുതിയത് അല്ലാ തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. മുഹീദ്ദീൻ മാല വെറും ഒരു രചനയല്ല, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തോട് ചേർന്നു നിൽക്കുന്ന രചനയാണ്. മലബാറിന്റെ കളക്ടറായിരുന്ന കനോലിയെ കൊന്നുകളഞ്ഞവരെ കുറിച്ച് വില്യം ലോഗന്റെ മലബാർ മാനുവൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ തലേ രാത്രിയിൽ മുഹീദ്ദീൻ മാല ചൊല്ലിയിട്ടുണ്ട്. മുഹീദ്ദീൻ മാല ചൊല്ലിയ പോരാളികളാണ് ചാലിയത്തെ പോർച്ചുഗീസുകാരന്റെ കോട്ടയാക്രമിച്ചത്. അത് ഇന്ത്യയുടെ ചരിത്രമാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ ഊർജ്ജമാണ്. നിർത്തുകയാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ ഫലസ്തീനിന്റെ ചരിത്രം പറഞ്ഞിരുന്നു. സയ്യിദുനാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിക ലോകത്തെ വിപ്ലവങ്ങളുമായുള്ള ബന്ധം എന്താണെന്നറിയോ? സുൽത്താൻ സലാഹുദ്ദീൻ. ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. സുൽത്താൻ സലാഹുദ്ദീൻ ആരാണ്? നമുക്കറിയാത്തത് കൊണ്ടാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞപ്പോൾ എതിരാളികൾ പോലും പറഞ്ഞു
പകല് നോമ്പെടുക്കുന്നയാൾ, രാത്രിയിൽ നിസ്കരിക്കുന്നയാൾ. സഫർ മാസത്തിലാണ് ഷാമിലെ ഹലപ്പോ, നമ്മൾ ഇന്ന് പത്രങ്ങളിൽ അലപ്പോ നഗരമെന്ന് വായിക്കുന്ന ഹലബിന്റെ ഭരണം സഫർ മാസത്തിലാണ് സയ്യിദുനാ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഏറ്റെടുക്കുന്നത്. ഹലബിൽ വന്നിട്ട് ഷാമിൽ നിന്നുകൊണ്ട് സുൽത്താൻ സലാഹുദ്ദീന്റെ പ്രഖ്യാപനം, സഫറിൽ ഇതാ നമ്മൾ ഹലബ് പിടിച്ചെടുത്തു. റജബ് 27 ആകുമ്പോഴേക്ക് ഫലസ്തീൻ നമ്മുടെ കൈകളിൽ വരും. അവിടെ ഒത്തുകൂടിയ മനുഷ്യരോടൊരു പ്രഖ്യാപനം നടത്തി സുൽത്താൻ സലാഹുദ്ദീൻ, ഓ മനുഷ്യരെ, നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന കമ്പുകൾ, നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന കമ്പുകൾ, നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന തടികൾ, അതുപയോഗിച്ചൊരു മിഹ്റാബ് പണിഞ്ഞോ, ഒരു മിമ്പർ പണിഞ്ഞോ. ഇത് സഫറാണ്. റജബാകുമ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് നമുക്ക് ചെല്ലാം, ബൈത്തുൽ മുഖദ്ദസിന്റെ താഴെ ഖുതുബയോദാം. അത്ര ഈമാനുള്ള നേതാവായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ. അവസാനിപ്പിക്കുകയാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെയുണ്ടായിരുന്നവരാരാണ്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിൽ ദിക്റ് ചൊല്ലി വന്ന ആളുകളാണ്. കുഞ്ഞാലി മരക്കാരുമാരാരാണ്? മുഹീദ്ദീൻ റാത്തീബ് ചൊല്ലി വന്നവരാണ്. നമ്മുടെ മുൻഗാമികളൊക്കെയും മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മുറുകെ പിടിച്ചവരാണ്. അതുകൊണ്ട് മുറുകെ പിടിച്ചു ജീവിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണം. അള്ളാഹു അടുത്ത മദദ് നമ്മൾക്ക് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാകട്ടെ.